പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സൂര്യയുടെ അപ്രതീക്ഷിതമായ ചതി അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടാവുകയാണ് അഞ്ജലിയുടെ ഭാഗത്ത് നിന്ന്. ഇതേ തുടർന്നാണ് അഞ്ജലിക്ക് മനുവിനെ രക്ഷിക്കുന്നതിനായി സാധിക്കുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് അഞ്ജലി എത്രയും പെട്ടെന്ന് തന്നെ മനുവിൻ്റെ അസുഖം ഭേദമാകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. ഒടുവിൽ അസുഖം മാറിക്കൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കുകയാണ് മനു. ഇതോടെ മനു അഞ്ജലിയെ കാണാൻ ഇടയാവുകയും കണ്ണു തുറന്ന മനുവിനോട് അഞ്ജലി കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇനി മനുവിനെ ഉപേക്ഷിച്ചു പോവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി മനുവിനെ തനിക്ക് അത്രയധികം ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേൾക്കുന്നത് മനുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. മാത്രവുമല്ല, ഇനി എന്തു പറയും എന്ന ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് മനുവാകെ പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് മനുവിനോട് എനിക്ക് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് ഏറ്റവും മുഖ്യം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അഞ്ജലി അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളെല്ലാം മറക്കാനാണ് താൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മനു, അപ്പോൾ സൂര്യയെ എങ്ങനെയാണ് നിനക്ക് മറക്കാൻ സാധിക്കുക? നീ അത്രയധികം അവനെ സ്നേഹിച്ചതല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാനത് മറക്കും. കാരണം സൂര്യ ഒരു ചതിയനാണ് എന്നുള്ള സത്യം ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്. ഞാൻ സ്നേഹിച്ച സൂര്യയല്ല അത്. ആ സൂര്യ മരിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവനോട് യാതൊരു ഇഷ്ടവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എൻ്റെ ഭർത്താവായ മനുവിനാണ്. അവനെ മാത്രമാണ് ഞാനിപ്പോൾ സ്നേഹിക്കുന്നത്. അവൻ്റെ കൂടെ മാത്രം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ കൂടെ ജീവിക്കുന്നതിന്? മനു അതിനുള്ള ഉത്തരം എനിക്ക് നൽകിയേ മതിയാകൂ എന്ന് അറിയിച്ചതിനെ തുടർന്ന് എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിലാണ് മനു. മാത്രവുമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. മനുവിന് എന്തായാലും സ്നേഹയെ നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇനി മനുവിൻ്റെ കൂടെ താലി കെട്ടിയ ഭാര്യയായ ഞാൻ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മറുപടിയില്ലാത്ത അവസ്ഥയിൽ മനു വന്നു നിൽക്കുകയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് മനുവിൻ്റെ മുന്നിലുള്ളത്. പക്ഷേ അഞ്ജലിയാകട്ടെ, ഞാൻ എല്ലാ തീരുമാനവും ആലോചിച്ച് എടുത്ത് തന്നെയാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. മനുവിനെ ഉപേക്ഷിച്ച് ഇനി മറ്റൊരു ജീവിതം എനിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് വേണ്ടതാനും. ഞാൻ മനുവിനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതു മുതൽ ഇനി മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ അത്രയധികം പ്രാധാന്യം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യം കേൾക്കുന്ന മനു ആകെ പകച്ചു പോയതിനെ തുടർന്ന് എന്നെ സ്നേഹിക്കാൻ മനുവിന് സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അഞ്ജലി. അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുന്ന മനു ഒടുവിൽ സൂര്യയുടെ ചതികളെല്ലാം അറിയാൻ ഇടയാവുകയാണ്. ഇതോടെ സൂര്യയെ ചെന്ന് കണ്ട് സൂര്യയുടെ മുഖത്തടിക്കുകയാണ് മനു. ഒരിക്കലും ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്നെ അത്ര സ്നേഹിച്ചാണ് ഞാൻ കൂടെ നിർത്തിയത്. പക്ഷേ നീയാണെങ്കിലോ ഒരു അവസരം കിട്ടിയപ്പോൾ എന്നെ കൊല്ലാൻ വരെ നോക്കി. അങ്ങനെയുള്ള നിന്നെ എനിക്കിനി ഒരിക്കലും കാണേണ്ടതില്ല. മാത്രവുമല്ല, നീ ചതിക്കാൻ ശ്രമിച്ച നിന്റെ അഞ്ജലി എൻ്റെ ഭാര്യയായിരിക്കുകയാണ്.
അവളെ ഇനി ഒരിക്കലും നിനക്ക് വിട്ടുതരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും നാൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുതന്നെ ഞാൻ നിന്നോടും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമല്ലേ. ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലിയുടെ സ്നേഹം മാറിയതും ഭാവമാറ്റങ്ങളുമെല്ലാമാണ് എന്നെ കൊണ്ട് ഈ കാര്യം ചെയ്യിപ്പിച്ചത് എന്ന് പറയുന്ന സൂര്യ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി ഇതേപ്പറ്റി സംസാരിക്കാൻ ഞാനില്ല. കാരണം അവൾ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ കൂടെ തന്നെയാണ് ഇനി ജീവിക്കുക. അവകാശം പറഞ്ഞുകൊണ്ട് നീ ഇനി ഒന്നാൽ വിവരമറിയും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴേ നിന്നോട് പറയുകയാണ്. നിനക്ക് ഇനി അഞ്ജലിയിൽ ഒരു അവകാശവുമില്ല. ഞാനാണ് അവളെ താലി കെട്ടിയത്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായി അവളിൽ എല്ലാ അവകാശവും ഉള്ള ആകെ ഒരു വ്യക്തി അത് ഞാൻ തന്നെയാണ്. ഇനി എൻ്റെ വഴിക്ക് പ്രശ്നങ്ങളുമായി നീ കടന്നു വന്നാൽ നീ വിവരമറിയും. മനുവിൻ്റെ മറ്റൊരു മുഖം നിനക്ക് അറിയാത്തതാണ്. അത് വെറുതെ നീ കേൾക്കാൻ അതുപോലെ തന്നെ കാണാനും ഇടവരുത്തരുത് എന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് തിരികെ മനു എത്തുന്നു. മനുവിനെ കണ്ടതിനെ തുടർന്ന് അഞ്ജലി തന്നെ സ്നേഹിക്കാൻ മനുവിന് സാധിക്കുകയില്ല എന്നുള്ള വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് അഞ്ജലി ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകരുത് എന്നുള്ള കാര്യം മനു വ്യക്തമാക്കുന്നത്. അഞ്ജലിയെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ സ്നേഹയെ സ്നേഹിച്ചിടത്തോളം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ എനിക്കിപ്പോൾ സാധിക്കുകയില്ല. ഭാവിയിൽ ചിലപ്പോൾ അതിന് ഉത്തരം നൽകാൻ എനിക്ക് പറ്റുമായിരിക്കും. അതിനുള്ള സമയം എനിക്ക് നീ നൽകണം. ഇത് കേട്ടതിനെ തുടർന്ന് കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അഞ്ജലി മനുവിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.